ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കുന്ന ബെനഡിക്ട് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് 72-ാം ദിനം. ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 11-ാം അധ്യായം 11-ാം വചനം. തോബിയാസ് തോബിത്തിന്റെ കണ്ണിൽ മീനിന്റെ കയ്പ് പുരട്ടുകയും അങ്ങനെ കാഴ്ചശക്തി തോബത്തിന് തിരികെ ലഭിക്കുകയും ചെയ്തതിനെ കുറിച്ച് വചനത്തിൽ നമ്മൾ കാണുന്നു. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളും എപ്പോഴും മാതാപിതാക്കളുടെ ആവശ്യങ്ങളിൽ, നമ്മുടെയൊക്കെ ആവശ്യങ്ങളിൽ ഓടിയെത്തുവാനും അവിടെ ആശ്വാസമാകുവാനും എപ്പോഴും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ സേവന മനോഭാവത്തോടു കൂടി ശുശ്രൂഷിക്കുവാനും ഒരു താങ്ങായി തണലായി നമ്മുടെ മക്കൾ മാറട്ടെ എന്നും നമുക്ക് ഈ രാത്രിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തോബിത്ത് 11:14 പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി കണ്ണുകളിൽ കയ്പ് പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, സന്തോഷമായിരിക്കൂ. ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോബിത്ത് കണ്ണു തിരുമ്മി. വെളുത്തപാട് കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവൻ പുത്രനെ കണ്ടു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്പനെ അമ്മയും സ്നേഹിക്കുന്നവരാകട്ടെ. തളർച്ചകൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളുടെ അടുക്കൽ ഓടി വരികയും താങ്ങാവുകയും തണലാവുകയും ചെയ്തുകൊണ്ട് അവർ അങ്ങയുടെ സ്നേഹത്തിന്റെ ഉടമകളായി തീരട്ടെ, അനുഗ്രഹത്തിന്റെ മക്കളായി മാറുകയും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.